വയനാട് കള്ളാടിയിൽ തുരങ്ക നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിഞ്ഞ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നിർമ്മാണ കമ്പനി നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി ടി സിദ്ദീഖ്. മരിച്ച 7 പേരുടെ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ നൽകും. മരിച്ച കരാർ തൊഴിലാളിയായ അൽമോന് 5 ലക്ഷം രൂപയും നൽകും. പരിക്കേറ്റ 9-ൽ 6 പേർക്കും 2.5 ലക്ഷം രൂപയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. മണ്ണ് മാറ്റാൻ കമ്പനിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിലെ മലയാളി വിദ്യാർത്ഥിനി സാവരിയുടെ കൊലപാതകത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തിൽ 7 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. കൊലപാതകത്തിന് മുൻപ് നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമം നടന്നുവെന്നത് ഞെട്ടിക്കുന്നതാണെന്ന് കമ്മീഷൻ പറഞ്ഞു. ജൂലൈ 3-നാണ് കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിനിയായ സാവരിയ കൊല്ലപ്പെട്ടത്. സഹപാഠിയായ മലപ്പുറം പുലാമന്തോൾ സ്വദേശി സദറുൽ അനാം ലാപ്ടോപ്പ് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സദറുലിനെ ഉസ്ബെക്കിസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂർ താളിക്കുളത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശിയായ 27-കാരൻ മുങ്ങി മരിച്ചു. തിരുവാണി സ്വദേശി തമിഴഴകനാണ് മരിച്ചത്. സ്നേഹതീരം ബീച്ചിന് വടക്ക് ചെമ്മീൻകെട്ടിന് സമീപമാണ് അപകടമുണ്ടായത്. തമിഴഴകനും 13 സുഹൃത്തുക്കളുമാണ് കടലിൽ കുളിക്കാനിറങ്ങിയത്. കുളിക്കുന്നതിനിടെ ഇവർ ചുഴിയിൽപ്പെടുകയായിരുന്നു. തമിഴഴകൻ ഒഴികെ മറ്റെല്ലാവരും രക്ഷപ്പെട്ടു. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് തമിഴഴകന്റെ മൃതദേഹം കണ്ടെത്തിയത്. സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി ബസ് കൺസഷൻ ചട്ടങ്ങളിൽ മാറ്റം. വിദ്യാർത്ഥി കൺസഷൻ പ്രായപരിധി 24 നിന്നും 27 വയസ്സാക്കി ഉയർത്തി മോട്ടോർ വാഹന വകുപ്പ്. സഞ്ചാരപരിധിയും 40 കിലോമീറ്ററാക്കി. രാവിലെ 6 മുതൽ വൈകിട്ട് 7 വരെ മുഴുവൻ സമയ വിദ്യാർത്ഥികൾക്ക് കൺസഷൻ നിരക്കിൽ യാത്ര ചെയ്യാം. സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ആനുകൂല്യം. കൺസഷൻ നടപടികൾ ഇനി MVD ലീഡ്സ് ആപ്പ് വഴി പൂർണ്ണമായും ഓൺലൈനായിരിക്കും.